TV Prasad ചേരുന്നുണ്ട്. TV Prasad, good morning. Prasad, good morning. Good morning, good morning. Good morning, Vengi. Good morning, Roshni. Yes. Very, very good morning. Prasad, നമുക്ക് വാർത്തകളിലേക്ക് കടക്കാമല്ലേ. ഇപ്പൊ ഇന്നലെ നമ്മൾ തെരുവിൽ കണ്ട സമരം അത് ജലപീരങ്കിയുടെ തുടർച്ചയായ പ്രയോഗമായിരുന്നു. പ്രസാദ് പോലും നനഞ്ഞുപോയ ജലപീരങ്കി. പക്ഷേ സഭയിൽ ഇന്ന് ബ്രൂവറി വിവാദം ആളിക്കത്തുമ്പോൾ വെങ്കി സഭയിൽ ജലപീരങ്കി നടക്കില്ല. അപ്പൊ ഈ ബ്രൂവറി വിവാദം ആളിക്കത്തിക്കാൻ തന്നെയല്ലേ പ്രതിപക്ഷ തീരുമാനം. ഇന്ന് നിയമസഭയിൽ വിഷയം ഉന്നയിക്കുകയാണ്. ബ്രൂവറി അനുവദിച്ചതിൽ അഴിമതിയും ജലചൂഷണവും ഉയർത്തിയാണ് പ്രതിപക്ഷം പദ്ധതിയെ എതിർക്കുന്നത്. എന്ത് സംഭവിക്കും സഭയിൽ പ്രസാദ്? ഇന്നലെ പറഞ്ഞതുപോലെ ഈ ജലപീരങ്കി ഇന്നലെ അടിച്ച എണ്ണ ഒരുപാട് കൂടുതലാണ്. മാത്രമല്ല ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോകാതായ സമയത്ത് നല്ല ചെളിവെള്ളമാണ് ആ പ്രവർത്തകർക്ക് നേരെ അടിച്ചത്. നമ്മളിന്നലെ റോഡിൽ കണ്ടല്ലോ. അത് അതിരൂക്ഷമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി ഉണ്ടായത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ബ്രൂവറി ആ വിവാദം ഇന്ന് നിയമസഭയിലേക്ക് കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. രാവിലെ തന്നെ അത് നിയമസഭയുടെ മുന്നിലെത്തും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അഴിമതി, ജലചൂഷണം, ഈ രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായും പ്രതിപക്ഷം ഫോക്കസ് ചെയ്യുന്നത്. അതായത് അനധികൃതമായിട്ടാണ് അനുമതി നൽകിയത് എന്നുള്ളതാണ്. ഈ ഒയാസിസ് കമ്പനിക്ക് വഴിവിട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന ആരോപണമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. CPMന് ഫണ്ട് നൽകിയതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ പ്രധാനമായും അതിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നത്. മാത്രമല്ല ആ പ്രദേശം അത് ജലദൗർലഭ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഇങ്ങനെയൊരു ബ്രൂവറി അനുവദിക്കാൻ പാടില്ല. ഒരു കാരണവശാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും സ്റ്റാൻഡ്. അതാണ് ഇന്നലെ നിയമസഭയ്ക്ക് പുറത്ത് നമ്മൾ കണ്ടത്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബ്രൂവറിക്കെതിരായ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. കാരണം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു വലിയ പിന്തുണ കിട്ടും എന്നുള്ളതാണ് പ്രതിപക്ഷം ഇതിൽ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ സർക്കാരിൻ്റെ സ്റ്റാൻഡ് എന്നുള്ളത് അനധികൃതമായി ഒന്നും ചെയ്തില്ല. കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിക്കാണ് ടെൻഡർ കൊടുത്തത്. മാത്രമല്ല വഴിവിട്ട ഒരു കാര്യങ്ങളും ഇതിലുണ്ടായിട്ടില്ല. ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളെല്ലാം അത് രാഷ്ട്രീയ ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞ് പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ഭരണപക്ഷം. എന്തായാലും നിയമസഭയിലേക്ക് കൂടി ബ്രൂവറി എത്തുന്നതോടെ വരുന്ന ദിവസങ്ങളിൽ കേരളം കാണുന്ന രാഷ്ട്രീയ സമരത്തിൽ മുൻപന്തിയിൽ നിൽക്കുക ഏറ്റവും പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ബ്രൂവറിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും പ്രതിഷേധങ്ങളുമായിരിക്കും. സഭയ്ക്ക് പുറത്തിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ എക്സൈസ് മന്ത്രിയൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് നമ്മൾ കണ്ടു. സഭയ്ക്കകത്ത് ഇന്ന് എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക എന്നാണ് അറിയേണ്ടത്.